പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ശ്രീധരിയം ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം 8 എഴുതുന്നത് എങ്ങനെയെന്നാണ്. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, 8 വന്നിട്ട് ശനി ഭഗവാന് ദോഷം കുറയ്ക്കുമെന്ന്. പല പ്രേക്ഷകരുടെയും ആവശ്യപ്രകാരം ഞാനിതിനെ ഒന്ന് വിശദമായി തരാമെന്ന് വിചാരിക്കുന്നു. ആദ്യമായി പറയട്ടെ, ഈ 8 എന്ന് പറയുന്നത് ശനി ഭഗവാന്റെ ന്യൂമറോളജിക്കൽ റെപ്രസെൻറ്റേഷനാണെന്ന് പറഞ്ഞാൽ, ന്യൂമറോളജിക്കലി നമ്മളെ ശനി ഭഗവാനെ 8 കൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം എവിടെ തുടങ്ങുന്നോ അവിടെ അവസാനിക്കുന്ന ഒരു 8 തുടങ്ങുമ്പോൾ നമുക്കറിയാമല്ലോ, 8 തുടങ്ങിയാൽ 8 തന്നെ അവസാനിക്കും, ആ പോയിന്റിൽ തന്നെ അവസാനിക്കും. ഇത് തന്നെയാണ് കർമ്മം എന്ന് പറയുന്നത്. നമ്മൾ ഭഗവാനിൽ നിന്ന് വരുമ്പോൾ ആ പുണ്യാത്മാവിൽ നിന്ന് ആ ശക്തിയിൽ നിന്ന് നമ്മുടെ ആത്മാവ്, നമ്മുടെ ജീവാത്മാവ് പുറപ്പെട്ടു വരുമ്പോൾ ശുദ്ധമായ ഒരു ജീവാത്മാവായിരിക്കും. അത് പല ഭൂമിയിലുള്ള പല ജീവിതം എടുത്ത് പല ദോഷങ്ങളെയും വഹിച്ച് വീണ്ടും പുണ്യമായിട്ട് ലാസ്റ്റിൽ ആ ദോഷങ്ങളെല്ലാം ഇവിടെ തന്നെ ഉപേക്ഷിച്ച്, കർമ്മങ്ങളെല്ലാം ഇവിടെ തന്നെ ഉപേക്ഷിച്ച് വീണ്ടും ശുദ്ധീകരിക്കപ്പെട്ട് ആ ഭഗവാനിൽ തന്നെ പോയി ചേരുന്ന ഒരവസ്ഥ. ഇതാണ് 8. ഈ 8 ആണ് ശരിക്കും ശനി ഭഗവാനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. ശനി ഭഗവാൻ ഒരിക്കലും ഒരു ദോഷകാരിയല്ല, അതൊരു കർമ്മകാരിയാണ്. അതായത് ശനി ഭഗവാൻ എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ കർമ്മങ്ങളെ, നമ്മുടെ കർമ്മശുദ്ധിയെ നടത്താൻ വേണ്ടിയിട്ട് ശിവനാൽ നിർമ്മിക്കപ്പെട്ട, ശിവൻ തന്നെ എന്ന് പറയുന്ന ശിവൻ്റെ ഒരു വലിയ ശക്തിയാണ് കർമ്മകാരകനായ ശനി ഭഗവാൻ. ഈ ശനി ഭഗവാനെ വന്നിട്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കർമ്മം കറക്റ്റായിരിക്കണം. യാതൊരു തരത്തിലുള്ള ഓഫറിങ്സും ശനി ഭഗവാൻ ഇഷ്ടമല്ല. ശനി ഭഗവാൻ ഇഷ്ടം നമ്മുടെ കർമ്മം കറക്റ്റ് ചെയ്യുക. കർമ്മം കറക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭഗവാന് കൊണ്ടൊന്ന് കൊടുക്കണമെന്നല്ല എൻ്റെ അർത്ഥം. നമ്മൾ നമ്മുടെ ജീവിതത്തിലുള്ള നല്ല കാര്യങ്ങൾ, സമ്പാദിക്കുന്ന നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്കും അർഹിക്കുന്നവർക്കും ഷെയർ ചെയ്ത് ഈ ലോകത്ത് ജീവിച്ച് അവസാനം നമ്മുടെ കർമ്മം ഇവിടെ തന്നെ ഉപേക്ഷിച്ച് തിരിച്ചു പോകുന്ന ഒരവസ്ഥ. ഇതാണ് എൻ്റെ തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ എന്ന് ഞാൻ പറയുന്നു. പിന്നെ എങ്ങനെയാണ് ഈ 8 ഇടുന്നത്? നമ്മുടെ വീട്ടുമുറ്റത്തോ അല്ല എവിടെ പറ്റിയാൽ നമുക്ക് ജസ്റ്റ് വേണ്ടിയത് ഒരു എന്താ പറയുന്നത്, ഒരു ക്രോസ് വരയ്ക്കുക. ക്രോസ് വരയ്ക്കാൻ അറിയാമല്ലോ. ക്രോസിൻ്റെ ഒരു ക്രോസ് വരയ്ക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ 1 മീറ്റർ നീളം, 1 മീറ്റർ വീതി, അല്ലെങ്കിൽ 2 മീറ്റർ നീളം, 2 മീറ്റർ വീതി, എങ്ങനെ എടുത്താലും അത് സെയിം മീറ്റേഴ്സിൽ എടുക്കുക. 1, 2, 3 അത് നമ്മുടെ സ്ഥലത്തിൻ്റെ അനുസരിച്ച് എടുക്കുക. നമുക്ക് വീട് ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഗ്രൗണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൗണ്ടിൽ പോകുന്നിടത്ത് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റിൻ്റെ മേലെ ചെയ്യുക. എവിടെയെങ്കിലും നമ്മളിതിന് സമയമൊന്നുമില്ല കേട്ടോ. സമയം നമ്മൾ ശനിഹോരയിൽ ചെയ്യുന്നത് വളരെ ബെറ്ററാണെന്നാണ് പറയുന്നത്. കാരണം ശനിഹോരയിൽ ചെയ്താൽ എപ്പോഴും ശനിയുടെ എനർജി ഏറ്റവും കൂടുതലുള്ള സമയമാണ്. നമ്മുടെ ആചാര്യന്മാരാൽ കണ്ടുപിടിക്കപ്പെട്ട് ശനിയുടെ എനർജി ഏറ്റവും കൂടുതൽ കിട്ടുന്ന സമയമാണ് ഈ ശനിഹോര എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ശനിഹോര ചെയ്യാൻ പറയുന്നത്. പറ്റാത്തവർക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ചെയ്യേണ്ടത് ഇതുപോലെ ഒരു പോയിൻ്റ് ഇട്ട് ഒരു ക്രോസ് മാതിരി പോയിൻ്റ് ഉണ്ടാക്കുക. എന്നിട്ട് അതിലൂടെ 8 വരയ്ക്കാൻ അറിയാമല്ലോ എല്ലാവർക്കും. ഒരു 8 വരയ്ക്കുക. 8 വരച്ചിടുക, അല്ലെങ്കിൽ പോയിൻ്റ് മാർക്ക് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ആ സെൻറ്റർ പോയിൻ്റിൽ നിന്ന് രണ്ട് ലൈൻ ജോയിൻ ചെയ്യുന്നില്ലേ, ആ സെൻറ്റർ പോയിൻ്റിൽ നിന്ന് തുടങ്ങി ബെയർ ഫുട്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിൽ ചെരുപ്പ് ധരിക്കരുത്. കാരണം ചെരുപ്പ് ധരിക്കരുതെന്ന് പറഞ്ഞാൽ വേറൊരു പ്രധാനമായിട്ടും ചെരുപ്പ് വന്നിട്ട് നമ്മുടെ കാലിന് വന്നിട്ട് കൂടുതൽ സുഖങ്ങൾ കൊടുക്കുമ്പോഴാണ് നമ്മുടെ കർമ്മങ്ങൾ വന്നിട്ട് പോകാത്ത. അതായത് എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളുക, നമുക്ക് വരുന്ന ദോഷങ്ങളൊന്നും വന്നിട്ട് ഒരു ദോഷമായിട്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അതെന്താ വെച്ചാൽ നമ്മുടെ കർമ്മദോഷങ്ങൾ കുറയ്ക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ്, ഒരു മരുന്നാണത്. പറയില്ല, നമ്മളെ ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് സ്വർണം ഇങ്ങനെ തീയിലിട്ട് ശുദ്ധമാക്കുന്നു, അതേമാതിരി നമ്മളെ ശുദ്ധമാക്കാനാണ് ഭഗവാൻ അത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്വയം ശുദ്ധമാകുക. ഇപ്പോൾ എന്തുകൊണ്ട് ശബരിമലയ്ക്ക് നടന്നു പോകാൻ പറയുന്നു, പാദയാത്ര, പഴനിക്ക് പാദയാത്ര ചെയ്യുന്നു? ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ? നമ്മൾ സ്വയം നമുക്ക് എങ്ങനെയായാലും ആ കർമ്മദോഷം അനുഭവിക്കാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ കർമ്മദോഷം നമ്മളായിട്ട് അങ്ങ് അടുത്ത് അക്സെപ്റ്റ് ചെയ്താലോ പിന്നീട് അവിടെ ശനിക്ക് അങ്ങനെ ഒരു ആവശ്യം വരുന്നില്ല. അപ്പം ദിവസവും രാവിലെ നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, പ്രഭാതത്തിൽ ഒരു 8 പ്രാവശ്യം 8 ഇടുക എന്ന് പറഞ്ഞാൽ 8 നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ, അതിൽ കൂടെ നടക്കുക. അത് കംപ്ലീറ്റ് ആയിട്ട് ഒരു 8 പ്രാവശ്യം നടക്കുക. അത് പറ്റുമെങ്കിൽ പിന്നീട് നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് 8ൻ്റെ ആവർത്തനങ്ങളാകാം. 8, 26,
26 എന്ന് പറഞ്ഞാൽ അതും 8 അങ്ങനെ നമ്മൾ അല്ലെങ്കിൽ 17. 8 26 ബെസ്റ്റ്. എല്ലാവരും അങ്ങനെ 8 26 എടുക്കുക. പറ്റുമെങ്കിൽ 26 എടുക്കുക, പറ്റാത്തവർക്ക് 8 എടുക്കുക. ഇതേ സമയത്ത് നമുക്ക് വിശ്വാസമുള്ളവരാണെങ്കിൽ, അതായത് ഓരോരുത്തർക്കും ഓരോ മതസ്ഥരാകുക, ആർക്കും ഇത് ചെയ്യാം കേട്ടോ. പരിഹാരം ആർക്കും ചെയ്യാം. മതവിശ്വാസം അനുസരിച്ച് അവരവരുടെ ദൈവത്തിൽ വിശ്വസിച്ച് ചെയ്യാം. ഇപ്പം നമ്മൾക്ക് നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്ക് അവർക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് ചെയ്യാം. ക്രിസ്തീയ സഹോദരർക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് ചെയ്യാം. ഹിന്ദു സഹോദരന്മാർ ഭഗവാൻ ശിവനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ചെയ്യുക. കാരണം നമ്മൾ അല്ലെങ്കിൽ അയ്യപ്പനെ വിചാരിച്ച് ചെയ്യുക. ഇതാണ് കർമാധിപനായിട്ട് ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന ഇത്. അപ്പോൾ അതനുസരിച്ച് ചെയ്യുക. മറ്റു മതസ്ഥർ അവരവരുടെ ഇപ്പോൾ എല്ലാം ഒന്ന് തന്നെയാണ്. എല്ലാ ദൈവങ്ങളും ഒന്ന് തന്നെയാണ്. ഒരേ എനർജിയാണ്. ആ എനർജിയെ നമ്മൾ ഓരോ വിധത്തിൽ ഓരോ പേരിലിരിക്കുന്നു. നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ പച്ചക്കണ്ണാടി വെച്ച് നോക്കിയാൽ പച്ചയായിട്ട് കാണുന്നു. നമ്മൾ മഞ്ഞക്കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ മഞ്ഞയായിട്ട് കാണുന്നു. ചുവപ്പ് കണ്ണാടി വെച്ച് നോക്കിയാൽ ചുവപ്പായിട്ട് കാണുന്നു. ഇത്രയേ ഉള്ളൂ. എല്ലാം ഒന്ന് തന്നെയാണ്. എല്ലാം ആ സൂര്യൻ്റെ ആ എനർജിയാണ്. ആ എനർജിയെ വിവിധ രീതിയിൽ നമ്മൾ കാണുന്നു എന്ന് മാത്രം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഏത് മതമായാലും കുഴപ്പമില്ല, ഭഗവാനെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ മനഃപൂർവ്വം വിശ്വസിച്ചുകൊണ്ട് ഇത് ചെയ്യുമ്പം നമുക്ക് കാലിലെ ബെയർ ഫുട്ടായതുകൊണ്ട് നമുക്കെന്താകും, ഒരു അക്യൂപ്രഷർ എഫക്റ്റ് ഉണ്ടാകും. നമ്മുടെ ഞരമ്പുകളൊക്കെ വന്നിട്ട് അവിടെ അക്യൂപ്രഷർ പോയിൻറ്റ്സ് ഉണ്ട്. പറഞ്ഞു കേട്ടിട്ടില്ലേ ഈ ചൈനീസ് അക്യൂപഞ്ചർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതേമാതിരി നമ്മുടെ കാലിൽ പോയിൻറ്റ്സ് ഉണ്ട്. എല്ലാ അവയവങ്ങളുടെയും പോയിൻറ്റ്സ് ആ കാലിലുണ്ട്. അപ്പോൾ നമ്മൾ നടക്കുമ്പം ആ പോയിൻറ്റ്സ് വന്ന് ആക്ടിവേറ്റ് ആകാൻ തുടങ്ങും. അത് ആക്ടിവേറ്റ് ആകാതെ നമ്മുടെ കാലിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടും. കാലിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായി സാധാരണ ഈ ശനി ഭഗവാന്റെ ഈ ദോഷാവസ്ഥയിലൊക്കെ നമ്മൾ കാണുന്നത് അരയ്ക്ക് താഴെയുള്ള കാലിന് വേദന, അല്ലെങ്കിൽ ശരീരത്ത് മുഴുവൻ വേദന, ബ്ലഡ് സർക്കുലേഷൻ്റെ കുറവ് തീർച്ചയായിട്ടും കാണും, ഉറപ്പാണത്. അപ്പോൾ ഈ ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ അത് തീർച്ചയായിട്ടും അവിടെ വന്നിട്ട് ആ എനർജി അബ്സോർപ്ഷൻ. പിന്നെ രണ്ടാമത് പഞ്ചഭൂത തത്വം എന്നുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ 5 ഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഒരു ശരീരമാണ്. ആ ശരീരത്തിൽ നമ്മൾ നമ്മുടെ എനർജി, അതായത് നമ്മുടെ ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജി, നമ്മുടെ ആചാര്യന്മാർ പറയും രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഭൂമിയെ തൊട്ട് 3 പ്രാവശ്യം തൊഴാൻ പറയും. എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റിക് എനർജി, നമ്മുടെ ശരീരത്തിൽ നെഗറ്റീവ്, ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നെഗറ്റീവ് എനർജി ഫോം ആകുന്നുണ്ട്. ഇതെവിടെയും പോവില്ല. കാരണം ഉറങ്ങുമ്പോൾ സ്ട്രൈറ്റായിട്ട് കിടക്കുന്നുണ്ട്. എവിടെയും അത് എർത്താകാനുള്ള യാതൊരു ചാൻസും ഇല്ല. അപ്പോൾ നമുക്കറിയാം സയൻസ് പരമായിട്ട് പറയുമ്പോൾ എല്ലാം നമ്മുടെ എനർജി എർത്താകണം. ഈ എർത്തിങ് എന്താണ് നടക്കുന്നത്? നമ്മൾ ബെയർ ഫുട്ടിൽ നടക്കുമ്പോൾ റബ്ബർ ഇരിപ്പാണെങ്കിൽ എർത്തിങ് നടക്കില്ല. കാരണം അറിയാമല്ലോ, അതൊരു ഇൻസുലേറ്ററാണ്. അതിൽ കൂടെ നമുക്ക് എർത്തിങ് കറക്റ്റ് ആകില്ല. അപ്പോൾ ബെയർ ഫുട്ടിൽ നടക്കുമ്പോൾ നമ്മുടെ കാലിലുള്ള നെഗറ്റീവ്, ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജി ഭൂമിയിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടും. അതുപോലെ ഭൂമിയിൽ നിന്ന് നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി നമുക്ക് ശരീരത്തേക്ക് സ്വീകരിക്കാനും പറ്റും. അതുകൊണ്ടാണ് ചെരുപ്പിടാതെ നടക്കുന്നത്. അപ്പോൾ ചെരുപ്പിടാതെ 8 ഇടുക. 8 ഞാൻ പറഞ്ഞ മാതിരി ചെയ്യുക. അത് അവരവരുടെ സൗകര്യം അനുസരിച്ച് നല്ലൊരു 8 പെയിൻറ്റിൽ വരച്ച് വയ്ക്കുക. അല്ല പെയിൻറ്റിൽ വരയ്ക്കാനുള്ള ബുദ്ധിമുട്ടുള്ള സ്ഥലമില്ലാത്തവർക്ക് അതിനനുസരിച്ച് എവിടെയാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കുക. ദിവസവും പറ്റുമെങ്കിൽ രാവിലെ ചെയ്തിട്ട് അവരവരുടെ വിശ്വാസം അനുസരിച്ച് മാനസികമായിട്ടൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വിശ്വാസമായിട്ടുള്ള നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ തൊഴുക, മനഃപൂർവ്വം പ്രാർത്ഥിക്കുക. ഇതാണ് 8ൻ്റെ ഇത് തീർച്ചയായിട്ടും ഒരു നല്ല പരിഹാരമാണ്. ഇത് ചെയ്തു നോക്കി. സുഹൃത്തുക്കളെ, എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേണം. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പ്രയോജനമാകട്ടെ എന്ന് വിചാരിച്ച് അറിയുന്നവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ എല്ലാ കമൻറ്റ്സും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ജീവിതത്തിലുണ്ട്. ആരും ബുദ്ധിമുട്ടില്ലാത്തവരില്ല. നിങ്ങൾക്കുമുണ്ട്, എനിക്കുമുണ്ട്. അത് എല്ലാവർക്കും ഉള്ളത്. ഭൂമിയിൽ മനുഷ്യനായിട്ട് ജനിച്ച ഈ ബുദ്ധിമുട്ടുകൾ സഹിക്കാനും അത് അനുഭവിക്കാനും ആണ് നമ്മൾ വന്നിരിക്കുന്നത് തന്നെ. എല്ലാം 100% സന്തോഷമായിട്ട് ആരും ജീവിക്കുന്നില്ല. പിന്നെ നമുക്ക് കിട്ടിയ വരത്തെ നമ്മൾ സന്തോഷപൂർവ്വം സ്വീകരിച്ച് സന്തോഷപൂർവ്വം അതിനെ നമ്മൾ പരിഹാരത്തിൽ കണ്ടെത്തി ജീവിക്കുക. അതിനെപ്പോഴും തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കാണുന്ന പോലെ നല്ലൊരു ജ്യോതിഷനെ കണ്ട് നമ്മൾ എന്താണ് ജീവിതത്തിൽ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അതിന് വേണ്ടിയ ഞാൻ പൈസയൊന്നും ചിലവാക്കി കോടിക്കണക്കിന് രൂപ ചിലവാക്കണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. അത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് കാര്യം മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ മനസ്സിലാക്കി അത് ചെയ്യുക.
ഇതൊരു വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഇതാണ് അസ്ട്രോളജി. ഇതിനെ പലരും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. പലരും തെറ്റായിട്ട് ധരിക്കുന്നത് മാത്രമല്ല, പലരും അതെന്താ ഒരു അൺസയൻറ്റിഫിക് ആണെന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അല്ല, സയൻറ്റിഫിക് ആണ്. അത് നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മളതിന് തെറ്റായിട്ട് ധരിക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിന് എന്താണ് ഇപ്പം നമ്മുടെ ആചാര്യന്മാരൊക്കെ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. എന്തിനാണ് അവരത് പറയുന്നതെന്ന് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പല തെറ്റുകളും നമുക്ക് തന്നെ തിരുത്താൻ പറ്റും. അതുകൊണ്ട് ഞാൻ സന്തോഷപൂർവ്വം നിങ്ങളോട് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണമെന്ന് പറയുന്നു. നമസ്കാരം.